ചരിത്രം തിരുത്തി കുറിച്ചുകൊണ്ട് NDAയുടെ സ്ഥാനാർത്ഥിയായി ഞാൻ വിജയിച്ചു വരുന്ന ദിവസമായിരിക്കും മെയ് 4-ാം തീയതി. നമുക്കൊക്കെ സാമാന്യ ബുദ്ധിയുള്ളത് കൊണ്ട് അങ്ങനെ ആവാൻ സാധ്യതയില്ലെന്ന് വിശ്വസിക്കാം. ഇവിടെ എനിക്കൊരു സ്പെഷ്യൽ മെൻഷൻ കൂടി ചെയ്തുകൊണ്ട് അവസാനിപ്പിക്കാം. അടുപ്പമുള്ള രാഷ്ട്രീയ വാർത്തകളൊക്കെ കേൾക്കുന്നതിനിടയിൽ ഇത്തരം രസകരമായ കാഴ്ചകളും നിങ്ങൾ കാണണം. നമ്മുടെ സിനിമാ നടൻ റിപ്പോർട്ടർ ചാനലിലെ അരുൺകുമാറിൽ എന്റെ വാർത്ത ഞാൻ മുന്നിലാണെന്ന് വായിക്കുന്ന നിമിഷത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്, തുടക്കം കുറിക്കുകയാണ്. നീ കാത്തിരുന്നോ, അതൊക്കെ പൂഞ്ഞാറ്റി പോയി പറഞ്ഞാൽ മതി. അഖിൽ മാരാരും റിപ്പോർട്ടർ ചാനൽ അരുൺകുമാറും നേർക്കുനേർ. ഈ കഴിഞ്ഞ പ്രചാരണ സ്വീകരണ ചടങ്ങിൽ മാരാർ പറഞ്ഞ വീഡിയോ വൈറലാകുന്നുണ്ട്. കൂടെ സുരേഷ് ഗോപിയും ഉണ്ടായിരുന്നു. അതായത് ഇലക്ഷനിൽ വോട്ടെണ്ണുന്ന ദിവസം റിപ്പോർട്ടർ ചാനലിലെ അരുൺകുമാർ മാരാരുടെ ലീഡ് പറയുന്നത് കാത്തിരിക്കുകയാണ്. എന്നാൽ സോഷ്യൽ മീഡിയ പറയുന്നത് മറിച്ചാണ്. മാരാര് വെറും തള്ളാണ്, കൂടാതെ 8 നിലയിൽ പൊട്ടുമെന്നാണ് കമന്റുകൾ പറയുന്നത്. സത്യ, ഞാൻ അങ്ങനെ പറഞ്ഞെന്ന് കരുതിയിട്ട് നമ്മുടെ മണ്ടന്മാരായ അണികളുടെ ആവേശം ഒട്ടും കുറയ്ക്കാം. എങ്ങനെ നിരവധി ട്രോളുകളും വരുന്നുണ്ട്. ഇത്തവണ BJP സെലിബ്രിറ്റികളെ ഇറക്കിയിട്ടുണ്ടെങ്കിലും അതിൽ ആരൊക്കെ വിജയിക്കുമെന്ന് കണ്ടറിയണം. എല്ലാവരും ഒന്നിനൊന്ന് മെച്ചമാണ്. യുവത്വത്തിന്റെ പ്രതീകമായ കൃഷ്ണകുമാറിന് നമ്മുടെ ദേശീയ മൃഗമായ ഇനി മാരാര് തോറ്റാലുള്ള അവസ്ഥ മൊട്ട അരുൺ വലിച്ചു കീറും. എന്തായാലും ഇത്തവണ ഇലക്ഷൻ റിസൾട്ട് വരുമ്പോൾ ഫുൾ കോമഡി ആയിരിക്കും. തള്ളിമറിച്ചവരൊക്കെ തോറ്റിരിക്കും. എന്നാൽ സുരേഷ് ഗോപി മാരാരെക്കുറിച്ച് പറഞ്ഞത് ഇങ്ങനെയാണ്. ശോഭാ സുരേന്ദ്രൻ ഉറപ്പായിട്ടും ആ വംശത്തിൽപ്പെടുന്ന ഒരു ചീറ്റപ്പുലി തന്നെയാണ് അഖിൽ മാരാർ. എന്തായാലും ഇനി വോട്ട് കഴിഞ്ഞിട്ട് ബാക്കി പറയാം. ഇത്തവണ മാരാർ വിജയിക്കുമെന്ന് ഉറപ്പുള്ളവർ ലൈക്ക് അടിക്കുക, അല്ലാത്തവർ കമൻറ്റുകളായി അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക.